ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. രാജ്യം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 19 ആരംഭിക്കും. ജൂൺ 4 വോട്ടെണ്ണൽ. രണ്ടാം ഘട്ടത്തിലാണ് കേരളം ജനവിധി തേടുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. 543 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടങ്ങളിലും 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കും. ഏപ്രിൽ 19 നടക്കുന്ന ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങൾ വിധിയെഴുതും. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളും ഒറ്റഘട്ടമായി ഏപ്രിൽ 19 പോളിംഗ് ബൂത്തിലെത്തും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലും ജമ്മുകശ്മീരിലും 5 ഘട്ടങ്ങളിലും ഒഡീഷ, മധ്യപ്രദേശ്, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ 4 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഛത്തീസ്ഗഡിലും അസമിലും 3 ഘട്ടത്തിലായും കർണാടക, രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ എന്നിവിടങ്ങളിൽ 2 ഘട്ടങ്ങളിലും ആയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1 ഏപ്രിൽ 26, മെയ് 7, മെയ് 13, മെയ് 20, മെയ് 25 എന്നിങ്ങനെയാണ് മറ്റ് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ്. കേരളം അടുത്ത മാസം 26 പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ മുന്നണികളുടെ പ്രചരണത്തിന് ചൂടേറി. തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം വിധിയെഴുതുന്നത്. ഈ മാസം 28 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഏപ്രിൽ 4 നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. ഏപ്രിൽ 8 അവസാന തീയതി. അടുത്ത മാസം 5 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും 26 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും. ആന്ധ്രാപ്രദേശിൽ മെയ് 13 സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഏപ്രിൽ 19 വോട്ടെടുപ്പ്. ഒഡീഷയിൽ മെയ് 20, 25, ജൂൺ 1 എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യമെന്നും രാജീവ് കുമാർ പറഞ്ഞു. എല്ലാ വോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 97 കോടി വോട്ടർമാർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തും. 10 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമായിരിക്കുന്നത്. 1.82 കോടി കന്നി വോട്ടർമാരാണ് ഇക്കുറി വോട്ട് രേഖപ്പെടുത്തുക. 48,000 ട്രാൻസ്ജെൻഡർമാർക്കാണ് ഇക്കുറി വോട്ടവകാശം ഉള്ളത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അംഗപരിമിതർക്കും വോട്ട് ഫ്രം ഹോം സജ്ജമാണ്. നോ യുവർ കാൻഡിഡേറ്റ് ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കും. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ അടക്കം ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. പ്രശ്നബാധിത, പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ പണമിടപാടുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. ജില്ലകളിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുഴുവൻ സമയ കൺട്രോൾ റൂം തുറക്കും. ഐക്യജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച ഭൂരിപക്ഷം കേരളത്തിൽ ലഭിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ കോഴിക്കോട് പറഞ്ഞു. 20ൽ 20 സീറ്റും കിട്ടുന്നതിനുള്ള പരിശ്രമമാണ് UDF നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാറി മാറി ഭരിച്ച മുന്നണികൾ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചില്ലെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ഇരു മുന്നണികളും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് യാതൊന്നും ചെയ്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം വീണ്ടും തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവച്ചത്. റേഷൻ വിതരണത്തിന് തടസ്സമുണ്ടായില്ല. ശബരിമല ഉത്സവത്തിന് കൊടിയേറി. 10 ദിവസം നടക്കുന്ന ഉത്സവത്തിന് ഇന്ന് രാവിലെയാണ് തുടക്കമായത്. നാളെ മുതൽ ഈ മാസം 24 വരെ ഉത്സവബലി ദർശനവും ശ്രീഭൂതബലിയും നടക്കും. 24 രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ടയും 25 പമ്പയിൽ ആറാട്ടും നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. സംസ്ഥാനത്തെ അങ്കണവാടികൾക്കുള്ള മെഡിസിൻ കിറ്റ് വിതരണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. അങ്കണവാടി സർവീസസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 33,115 അങ്കണവാടികൾക്കാണ് പ്രഥമ വൈദ്യ ശുശ്രൂഷ ഇനത്തിൽപ്പെട്ട 12 ഇനങ്ങളടങ്ങിയ മെഡിസിൻ കിറ്റ് വിതരണം ചെയ്യുന്നത്. 2019 പൌരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ അപേക്ഷിക്കുന്നതിനുള്ള CAA 2019 മൊബൈൽ ആപ്പ് പ്രവർത്തനക്ഷമമായി. അപേക്ഷകർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൌൺലോഡ് ചെയ്യാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.